ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, നിർണായകമായൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇനി ഏറെ പ്രതീക്ഷിക്കുന്നത് ആശാവർക്കർമാർക്ക് കൃത്യമായൊരു നീതി ലഭ്യമാകണമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയല്ലേ ഉള്ളത്? വിഷ്ണു, ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ ഏതാണ്ട് അരമണിക്കൂർ നേരമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ ആശാ വർക്കർമാർ നേരിടുന്ന മുഴുവൻ വിഷയങ്ങളും സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ധരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാർ പുലർത്തുന്ന നീതി നിഷേധ നടപടികൾ അതും കൃത്യമായി തന്നെ സുരേഷ് ഗോപി ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ എത്തി കൃത്യമായി തന്നെ ആരോഗ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇത് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്നൊരു വിഷയമാണ്. കേന്ദ്ര സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ പരിധികളുണ്ട് എന്നുള്ള കാര്യമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സുരേഷ് ഗോപിയെ ധരിപ്പിച്ചതായിട്ടുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല സംസ്ഥാന സർക്കാരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. അങ്ങനെ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്മേൽ എല്ലാ പിന്തുണയും നൽകുമെന്നുള്ള വിവരമാണ് കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിയെ ധരിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഏതായാലും അരമണിക്കൂർ നേരമാണ് ഈ കൂടിക്കാഴ്ച നീണ്ടത്. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപി പെരുമഴയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഈ ആശാ വർക്കർമാരെ കാണാൻ രണ്ടാമതായി എത്തിയിരുന്നു. അന്ന് അവരോട് നേരിട്ട് തന്നെ ഈ വിഷയം സംസാരിച്ചതാണ്. അതായത് തിങ്കളാഴ്ച ഈ വിഷയം കൃത്യമായി ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സുരേഷ് ഗോപി അവർക്ക് നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറ്റപ്പെട്ടത്. കൃത്യമായി തന്നെ ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലെത്തി ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം ധരിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഇന്നിപ്പോൾ രാത്രിയിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഈ എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ എന്നുള്ളത് നേരിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുമെന്നുള്ള സൂചനയാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും ഈ സമരപന്തലിലേക്ക് ആശമാരെ കാണാൻ എത്തുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. വിഷ്ണു, ശരി. എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.